ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം രേവതി വീട്ടിലോട്ട് കയറി വരുമ്പോൾ രവിയുടെ അടുത്ത് ചെന്നിട്ട് പറയണേ, അച്ഛാ ഇതാ ഈ സീറ്റ്സ് എടുക്കുമോ എന്ന് ചോദിക്കാനായിട്ടാ. ഇതെന്താ മോളെ, നീ ഇന്ന് പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ മധുരമൊക്കെ വാങ്ങി വന്നിരിക്കുന്നത്? അതച്ഛാ, ഇന്ന് എനിക്കൊരു സന്തോഷമുള്ള വാർത്തയുണ്ട്. അത് കേട്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണേട്ടോ. കൂടെ ശ്രുതിയും വർഷയും ശ്രീകാന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ അവിടെ രേവതി പറയാണ്, എനിക്കൊന്നൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞിരുന്നില്ലേ കല്യാണവർക്ക് എനിക്ക് കിട്ടുന്നുണ്ടെന്ന്, ഒരു കല്യാണ വർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്ര, ഒരു പൂക്കെട്ടുകാരിക്ക് ഒരു കല്യാണ വർക്ക് കിട്ടിയതിന് ഇത്ര ഇല്ലാത്ത സീറ്റ്സ് ഒക്കെ വാങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ രവി പറയണ, ആഹാ മോള് കൊള്ളാലോ, ഇനിയിപ്പോ നല്ലൊരു നിലയും വിലയൊക്കെ മോൾക്ക് കിട്ടുമല്ലോ, നല്ലൊരു ലെവലിലോട്ട് മോൾ എത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ രവിതയെ കുറിച്ച് പറയണ കേട്ടോ. അച്ഛനെ ഈ സീറ്റ്സ് എടുക്കെന്ന് പറയണ. അങ്ങനെ ഈ ഒരു മധുരം വാങ്ങുന്നുണ്ട് കേട്ടോ. പിന്നീട് ശ്രീകാന്തിന്റെ മുന്നിലോട്ട് വരണം. അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട്, ചേച്ചി നല്ലൊരു ലെവലിൽ എത്തണം, ഇവന്റ് മാനേജിന്റെ ആ ഒരു ഇതിലോട്ട് എത്തണം ചേച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. ചേച്ചി അറിയപ്പെട്ട ഒരാളായി മാറണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര, എടാ ഈ പൂക്കെട്ടുകാരി ഒരു കല്യാണ മണ്ഡപത്തിൽ പോയി ഒരു ഡെക്കറേഷൻ പണി ഏറ്റിട്ടേ ഉള്ളു, ചെയ്തിട്ടില്ല. അപ്പോഴേക്കും നീ ഇങ്ങനെയൊന്നും പറയണ്ട, നക്കാപ്പിച്ച പൈസ കിട്ടുന്ന ഇത്രയും ഇവന്റ് മാനേജ്മെന്റിലോട്ട് പോണ്ട എന്ന് ചന്ദ്ര പറയണ്ട. അപ്പൊ ശ്രുതിയും പറയാമോ ശരിയാണെന്ന് പറയണ്ട. അപ്പൊ ഈ സമയം ശ്രുതി പറയണേ, അത്ര അങ്ങ് പുച്ഛിക്കൊന്നും വേണ്ട, കാര്യം എന്ത് പറഞ്ഞാലും ഒരു പണി കിട്ടിയല്ലോ, എന്തായാലും നല്ല ലെവലിൽ എത്തട്ടെ രേവതി എന്നൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു മധുര എടുക്കുകയാണ് കേട്ടോ. പിന്നീട് വർഷയും അതുപോലെ രേവതിയും ഒരു പിണക്കമുള്ളത് പോലെ ആയിട്ട് ചന്ദ്രയുടെ മുന്നിൽ കാണിക്കുന്നത്. കാരണം ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമല്ല രേവതിയോട് വർഷ കൂടുതൽ ടച്ച് മിണ്ടുന്നത്. അപ്പൊ ഈ ടച്ച് കൂടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ ഇവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, നമുക്ക് അമ്മക്ക് മുന്നിൽ അഭിനയം നടത്താൻ, നമ്മൾ പിണക്കുള്ളത് പോലെ അഭിനയം നടത്താൻ എന്നിങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഈ സമയം വർഷയുടെ മുന്നിലോട്ട് മിഠായും ഈ സീറ്റ്സുമായി ചെല്ലുമ്പോൾ വർഷ ആർക്കോ വേണ്ടത് പോലെ ഇങ്ങനെ ഓഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മുഖം കൊണ്ട് ഒരു കോപ്പായൊക്കെ കാട്ടിയിട്ട് രേവതിയുടെ കയ്യിൽ നിന്ന് സീറ്റ് എടുത്തിട്ട് പിന്നീട് ആരും കാണാതെ കൈകൊണ്ട് ഗുഡ് ചേച്ചി നല്ല നിലക്ക് എത്തട്ടെ കൺഗ്രാജുലേഷൻ എന്നിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് സുധിയുടെ അടുത്തോട്ട് ചെല്ലണം. അപ്പൊ സുധിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ സുധിയോട് ഇത് രേവതി എടുക്കാൻ പറഞ്ഞോണ്ട് തന്നെ സുധി പറയണേ, അയ്യേ എനിക്ക് വേണ്ട നിങ്ങളുടെ സീറ്റ്സ് ഒന്നും, നിങ്ങളൊക്കെ കൾച്ചറൽ ഫാമിലിയാണ്, കാരണം ചെറിയ ചെറിയ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സീറ്റ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല എന്ന് പറയട്ട. അപ്പൊ ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് ഒത്തിരി സങ്കടമാവാണ്. അപ്പൊ ഈ സമയം ചന്ദ്രയെ അത് തന്നെ പറയാനായിട്ടാ, വല്ല തട്ടുകടയിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും ഹോൾസെയിൽ കടയിൽ നിന്നൊക്കെ ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അങ്ങ് പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ സമയമാണ് സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അപ്പൊ സച്ചി, ഇതെന്താ രേവതി നിന്റെ കയ്യിൽ മധുരം എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയോട് വളരെ സന്തോഷത്തോടു കൂടി ചോദിക്കുമ്പോൾ അത് ചന്ദ്രക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ചന്ദ്ര എന്തൊരു ഒലിപ്പീരാണ് അവന്റെ മോരിയെ കാണുമ്പോൾ അവന്റെ വായിൽ നിന്ന് സീറ്റ്സ് തന്ന മധുരമാണ് അവന്റെ വായിൽ നിന്ന് വരുന്നതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സുധിയോട്. അമ്മ ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പറയണം. അങ്ങനെ സച്ചി, ഇതാ സച്ചേട്ടാ എന്നും പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ മുന്നിലോട്ട് ഈ മധുരം നൽകുമ്പോൾ എന്താ ഇത്ര വല്ലാത്ത സന്തോഷത്തിന് എന്ന് ചോദിക്കാണ്. എനിക്കൊരു കല്യാണ പാർട്ടിയുടെ ഡെക്കറേഷൻ പരിപാടി എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ അഡ്വാൻസ് 15,000 രൂപ എന്റെ കയ്യിൽ തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രയും സുധിയും പരസ്പരം നോക്കണേട്ടാ. ഈശ്വര, നക്കാപ്പിച്ച പൈസ എന്ന് പറഞ്ഞാൽ താനിപ്പോ കേൾക്കുന്നത് 15,000 രൂപ അഡ്വാൻസ് കൊടുത്തിരിക്കേ, അപ്പൊ ഇനി എത്രയായിരിക്കും കയ്യിൽ കിട്ടുന്നതെന്ന് ആ ഭാവത്തിൽ നോക്കുകയാണ് കേട്ടാ. അപ്പൊ ഇത് കേൾക്കുന്ന സച്ചി, ആഹാ കൊള്ളാലോ രവിതി, നീ വലിയ ഉയരങ്ങളിലോട്ട് പോവാണല്ലോ, ഒരു അമ്പലനടയിൽ നിന്ന് പൂക്കെട്ടിയിരുന്ന നീ ഇന്നിപ്പോ എവിടോട്ട് എത്താൻ പോകുന്ന എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയണ, ഇവന്റ് മാനേജ്മെന്റിന്റെ ആ ഒരു സ്ഥാനത്തോട്ട് എന്തായാലും രേവതി ചേച്ചി എത്തും, രേവതി ചേച്ചി കാണുന്ന പോലെ നല്ല കഴിവുണ്ടെന്ന് പറയട്ടാ. ഇത് കേട്ടോ അതിനോട് കൂടിയിട്ട് വല്ലാതെ അങ്ങ് ഉയർത്തൊന്നും വേണ്ട ശ്രീകാന്തെ, അത്ര വലിയ കഴിവിലോട്ട് എത്തിയിട്ടില്ല. ഒരു കല്യാണ പാർട്ടിയുടെ ഒരു ഡെക്കറേഷൻ പരിപാടി കൊടുത്തെന്ന് വെച്ച് എല്ലാവരും ഇവിടെ കൊടുക്കൊന്നുമില്ല, അത് ചെയ്ത് വന്നതിനോടുകൂടി ഇവളുടെ പേരൊക്കെ അങ്ങ് പൊയ്ക്കോളും എന്ന് ചന്ദ്ര പറയാനായിട്ടാ. അപ്പൊ അത് കേൾക്കുമ്പോൾ അവിടെ രവീന്ദ്രൻ പറയണേ, ചന്ദ്രൻ മതി, നിന്റെ ഈ ആളെ കുറ്റപ്പെടുത്തുന്നതിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ നിർത്തിയേക്ക്, ആരെയും നീ അങ്ങ് പുച്ഛിച്ച് തള്ളണ്ട, നീ ഇന്ന് തള്ളുന്നവരായിരിക്കും നാളെ നിനക്ക് ആവശ്യം വരിക എന്നൊക്കെ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട്. ഓ എനിക്ക് അങ്ങനെയൊന്നും വരില്ല. അപ്പോഴേക്കും സച്ചി പറയണേ, രേവതി നിനക്കിത് കിട്ടിയത് വലിയൊരു ഓർഡർ തന്നെയാണ്, എന്നെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്, അതുകൊണ്ട് ഇതിന്റെ ഒരു പാർട്ടി നമുക്ക് ഈ വീട്ടിൽ നടത്തണം, ഒരു 10-25 പേർക്കുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കുക, എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ ഈ നിൽക്കുന്ന ശ്രീകാന്തിന്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കണം, നമുക്ക് കിട്ടിയ ആദ്യത്തെ ഓർഡറില്ലേ, ഇനി എന്തായാലും പച്ച പിടിക്കല്ലേ, ഇനി ഉയരങ്ങളിലോട്ട് പറക്കാൻ പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ കൂടുതൽ ചന്ദ്രയെ സുധയും കേൾപ്പിക്കുന്ന വിധത്തിൽ പറയുമ്പോൾ അവർക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടാ.
അപ്പൊ ഈ സമയം രവീന്ദ്രൻ പറയണേ, എന്നാൽ നമുക്ക് ഈ വീട്ടിൽ തന്നെ ബിരിയാണി ഉണ്ടാക്കാം, എല്ലാവർക്കും കൂടി അങ്ങ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് പറയട്ടോ. അപ്പൊ ഈ സമയം ശ്രുതി പറയണേ, അയ്യോ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ ശ്രുതി പറയണേ, എന്നാൽ ഞാനും കൂടാന്ന് പറയട്ടോ. അപ്പോഴേക്കും അവിടെ വർഷയും പറയണേ ഞാനും ഉണ്ട് എന്ന് പറയണം. അപ്പൊ ശ്രീകാന്ത് പറയണേ ഞാനും ഉണ്ട് എന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് പറയണ വർഷയോട്, നീ രേവതിയുമായി പിണക്കല്ലേ, പിന്നെ എന്തിനാ നീ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ചെല്ലുന്നത്, ബിരിയാണി കഴിക്കാനും പോകുന്നത് എന്ന് ചോദിക്കണം കേട്ടോ. അപ്പൊ അത് കേട്ടോടെ തന്നെ വർഷ പറയണേ, ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബിരിയാണി ഉണ്ടാക്കിയെന്ന് വെച്ചിട്ട് അതിലൊരു കുഴപ്പങ്ങളൊന്നും വരില്ല. പിന്നെ രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയല്ല അമ്മയും കഴിക്കുന്നത്, വേറെ ആരും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി തരാറില്ലല്ലോ. അപ്പോൾ ഞാനുണ്ടാക്കാൻ എനിക്ക് നിൽക്കാനും പറ്റത്തില്ല. അപ്പോൾ ഭക്ഷണത്തിനോട് വെറുപ്പ് ഇന്ന് കാണിച്ചു കഴിഞ്ഞാൽ നാളെ അത് തുടരേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് വർഷ രേവതിയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ വെറുപ്പുണ്ട് എന്ന രീതിയിൽ ചന്ദ്രമതിയോട് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ചന്ദ്രമതി ശ്രുതിയുടെ അരികിലോട്ട് ചെല്ലണം. അപ്പോൾ ശ്രുതിയോട് പറയണേ, നീ എന്തിനാ നിൽക്കുന്നതെന്ന് പറയണേ, ഞാൻ എന്തായാലും നിൽക്കും, എനിക്കൊരു ബിരിയാണിയൊക്കെ കഴിക്കണം, ബിരിയാണി കഴിച്ചിട്ട് എത്ര നാളായി, നല്ലൊരു ബിരിയാണി തിന്നണം എന്നൊക്കെ ഇങ്ങനെ പറയണ കേട്ടാ. അപ്പൊ ഈ സമയം ശ്രുതി പറയണേ, സച്ചി എനിക്ക് എന്തായാലും ഈ പരിപാടിക്ക് കൂടാൻ പറ്റത്തില്ല, ഞാൻ വ്രതത്തിലാണ്, അമ്മയും ഞാനും വ്രതത്തിലാണെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ്, ചന്ദ്രൻ നിനക്ക് വ്രതമുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. എനിക്ക് വ്രതമുണ്ട് എന്ന് പറയട്ടെ. അപ്പോഴേക്കും ഇവിടെ ശ്രുതിയുടെ കാലിലോട്ട് ഇങ്ങനെ ചന്ദ്രമതി ചവിട്ടുന്നുണ്ട്. എന്തിനാണ് ഇനി വ്രതമുണ്ടെന്ന് പറഞ്ഞത്, നാളെ എടുത്താൽ പോരാ, അത് പറ്റത്തില്ല അമ്മേ, ഇന്ന് തന്നെ എടുക്കണം, അവർ പറഞ്ഞത് ആ കൂടോത്രം ചെയ്തതിൽ ഇന്ന് തന്നെ വ്രതം എടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് വ്രതം എടുക്കണം, നാളത്തേക്ക് മാറ്റിയാൽ പറ്റില്ല, അമ്മക്ക് വേണമെങ്കിൽ ബിരിയാണി വേണമെങ്കിൽ ഞാനൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ട് കഴിപ്പിക്കാന്നൊക്കെ പറയുമ്പോഴാ, നീ 5 സ്റ്റാർ കൊണ്ട് നാളല്ലേ, ഇന്ന് ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കുന്നതല്ലേ സുഖം, അമ്മ ഒന്നും മിണ്ടാതിരുന്ന് അവൾ ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കണ്ട എന്ന് ശ്രുതി പറയാനായിട്ട്. അങ്ങനെ ശ്രുതിയുടെ വാക്കുകളിൽ ചന്ദ്ര വീഴാണ്. അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ, നിങ്ങൾ എന്താ അങ്ങനെ പിറുവിറുക്കുന്നത്, നിങ്ങൾക്ക് സത്യത്തിൽ ഇവിടെ രേവതി ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കുന്നതിനുള്ള മടിയാണെങ്കിൽ അതങ്ങ് തുറന്ന് പറഞ്ഞേക്ക്, ഇതേവരെ ഇല്ലാത്ത വ്രതം പെട്ടെന്ന് ഇവിടുന്ന് കെട്ടിപ്പൊന്തുന്നു എന്ന് ചോദിക്കാനായിട്ടാ. അപ്പോൾ കേൾക്കുന്ന ചന്ദ്ര പറയാന്, അയ്യോ ഞങ്ങൾക്ക് വ്രതമൊക്കെ ഉണ്ട് എന്ന് പറയട്ടാ. എനിക്ക് നിങ്ങളങ്ങനെ അത്രങ്ങ് വിശ്വാസമാവുന്നില്ല, അമ്മയും മകനും കള്ളത്തരങ്ങളല്ലേ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്താ, ഞങ്ങൾ വ്രതം എടുക്കുന്നുണ്ട്, ഇന്ന് എന്തായാലും വ്രതം തെറ്റിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പൊ സച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് തന്നെ സച്ചി പറയണേ, എന്തോ ആയിക്കോട്ടെ അച്ഛാ, കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ കഴിച്ചാൽ മതി, അല്ലാത്തവർ കഴിക്കണ്ട, നമുക്ക് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ, രേവതിക്ക് ആദ്യമായി കിട്ടിയ ഓർഡറാണ്, ഇതിന് അനുസരിച്ച് ഇനി അവൾക്ക് ഇത് ചെയ്യുന്നതിനനുസരിച്ച് അവളുടെ മനസ്സിന്റെ സന്തോഷത്തിനനുസരിച്ച് ഇനി വെച്ചൊരു കയറ്റം തന്നെ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് ബിരിയാണി വെക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി, സാധനങ്ങൾ വാങ്ങാൻ, ഒരു കൂട്ടം സാധനങ്ങൾ മേടിക്കാൻ സച്ചി പോകുന്നു. എന്നാൽ ബിരിയാണി ആര് വെക്കും എന്നുള്ള ചർച്ചാ വിഷയമാവാണ്. രേവതിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ നന്നായി ബിരിയാണി വെക്കാനൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തനിക്കറിയാവുന്ന ഒരു ചേച്ചിയുടെ അടുത്തോട്ട് രേവതി പോവാണ് കേട്ടോ. എന്നിട്ട് രേവതി ചെന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യോ ബിരിയാണി വെക്കാൻ വേണ്ടി, ഇത്ര പേർക്കുള്ള ബിരിയാണിയാണ്, ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ മോളെ എനിക്കൊന്ന് തിരക്കാണ്, ബിരിയാണി വെക്കാനൊന്നും അത്ര പണിയൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ഇനി എത്ര കിലോ ചിക്കൻ വേണമെന്ന് ചേച്ചി പറഞ്ഞില്ല, അപ്പൊ അതുകൊണ്ട് നമുക്കത് വാങ്ങാൻ പോവാം, എന്നാ ഇനി നല്ല കടയുണ്ട്, ഇറച്ചി വെക്കുന്ന നല്ലൊരു കടയുണ്ട്, അങ്ങോട്ടേക്ക് ഞാൻ ഇതിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ബീരാന്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. എന്നാൽ ബീരാന്റെ കടയിലിന്റെ തൊട്ട് മുന്നിലെത്തുമ്പോൾ രേവതിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അതുകൊണ്ട് തന്നെ ബീരാൻ ഇങ്ങനെ എന്താ വേണ്ടെന്ന് വന്ന് ചോദിക്കുന്നതൊന്നും ഇവിടെ രേവതി കേൾക്കുന്നില്ല. ഈ ഫോൺ കോളിൽ തിരിഞ്ഞു നിന്ന് സംസാരിക്കുകയാണ്. പിന്നീട് ബീരാന് ഈ സ്ത്രീയുമായി ചേച്ചിയുമായി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തോ ഒരു പാർട്ടി, എന്തോ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെന്ന്, അതിന്റെ പാർട്ടി നടത്താണത്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവ് ഒരു കാർ ഡ്രൈവറാണ്, ടാക്സി സ്റ്റാൻഡിലാണ്, അവരൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നല്ല കച്ചവടം ഇനി ഉണ്ടാവും, നിങ്ങളുടെ ഇറച്ചി ഫേമസ് ആയതുകൊണ്ടല്ല ഞങ്ങളെ പോലെയുള്ളവരൊക്കെ വീണ്ടും വീണ്ടും ഇതിലോട്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ബീരാനോട് പറയുമ്പോൾ ബീരാൻ പറയണേ, എനിക്ക് ഇന്നേവരെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും അറിയില്ല, നേരായ മാർഗത്തിലൂടെ മാത്രമാണ് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ എനിക്ക് ദൈവാധീനം കൊണ്ട് തന്നെ എനിക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ബീരാൻ പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം രേവതി ഫോൺ കട്ട് ചെയ്തിട്ട് രേവതി ഇങ്ങനെ തിരിച്ചു വരുമ്പോ ദാ നിൽക്കുന്ന പെൺകുട്ടിയാണ്, ഞാനീ പറഞ്ഞ ഈ ഓർഡർ ഒത്തിരി നിങ്ങൾക്ക് ഇവർ ചിക്കൻ നന്നായി കഴിഞ്ഞാൽ നന്നായി, ഇനി ഏത് ഇറച്ചിയും ഇവിടെ നിന്ന് വാങ്ങത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോൾ രേവതിയെ കാണുന്ന ബീരാൻ ആകെ പേടിച്ചു പോവാണ് കേട്ടോ. പിന്നീട് ബീരാൻ തന്റെ കയ്യിലുള്ള തോർത്തെടുത്ത് തലയിലൂടെ ഇടുകയാണ്. അപ്പൊ അത് കണ്ടോട് തന്നെ ചേച്ചി ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ തലയിലൂടെ തോർത്തിടുന്നത്? അപ്പൊ രേവതി ഇങ്ങനെ തൊട്ടെത്താറായിരിക്കുന്ന കേട്ടോ. അപ്പൊ ബീരാൻ പറയണേ, എനിക്ക് നല്ല തുമ്പലാണ്, അത് നിങ്ങൾക്ക് പകരണ്ടെന്ന് കരുതി
കരുതിയിട്ടാണ് ഞാൻ തോർത്തിട്ട്. അതെന്തായാലും നന്നായി, ജലദോഷം തുമ്മലൊക്കെ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകരാതിരിക്കുന്നേ നല്ല, തോർത്തിട്ടോളൂ എന്ന് പറയട്ടെ. അപ്പോഴേക്കും ബീരാന്റെ അടുത്തോട്ട് രേവതി എത്തിയിരിക്കുകയാണ്. രേവതിക്കാണെങ്കിൽ ബീരാനാണെന്ന് അറിയില്ല, മലേഷ്യയിലെ ചെറിയച്ഛനാണെന്ന് അറിയാതെ രേവതി നിൽക്കാണ്. അങ്ങനെ രേവതി എന്തായി ചേച്ചി ഓർഡർ കൊടുത്ത? ഓർഡർ കൊടുത്ത് ഇതാ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കണം, ഇവരുടെ ഇറച്ചി ഭയങ്കര ഫേമസ് ആണ് ഈ നാട്ടില്, അതുകൊണ്ട് ഇവിടുന്ന് വന്ന് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറയണം. അപ്പൊ നിങ്ങൾ എന്താ ഈ തലയിൽ മുണ്ടിട്ടിരിക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചേച്ചിയോട് രേവതി. അപ്പൊ ഉടനെ തന്നെ അവർക്ക് ജലദോഷമാണ്, അതുകൊണ്ട് മുണ്ട് അവിടെ കിടന്നോട്ടെ, മിണ്ടണ്ട, അതവിടെ കിടന്നോട്ടെ, നമുക്ക് പകർന്ന അതും അതിലേറെ ബുദ്ധിമുട്ടല്ലേ എന്നിങ്ങനെ ചേച്ചി പറയണം കേട്ടോ. അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ചിക്കനെ വാങ്ങിച്ച് പോകുന്ന സമയത്ത് ഈശ്വര ഇത് പടച്ചവന്റെ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ ബീരാൻ പറയാണ്. അങ്ങനെ പിന്നീട് ബീരാൻ നേരെ പോവാണ്, ശ്രുതിക്ക് വിളിക്കാണ്. ശ്രുതിയോട് പെട്ടെന്ന് വരാൻ, മീരക്കാണ് വിളിക്കുന്നത്, മീരയോട് പെട്ടെന്ന് ശ്രുതിയെ കൂട്ടി വരാൻ പറയാണ്. അപ്പൊ മീര ശ്രുതിക്ക് വിളിക്കണം. അങ്ങനെ ശ്രുതി വീട്ടിലോട്ട് വരികയാണ്, കടയിലോട്ട് വരികയാണ്. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്ന നിൽക്കുന്നതെന്ന് പറയണം. അപ്പൊ ബീരാനാണ് കേട്ടോ. അപ്പൊ ബീരാനെ കണ്ടോളുന്ന എന്താ ബീരാനല്ല, നിന്റെ ചെറിയച്ഛനായി അഭിനയിച്ചതല്ല ഞാൻ, അതിലിപ്പോ എനിക്ക് വന്ന എന്താണെന്നറിയോ, നിന്റെ വീട്ടിൽ ആ സച്ചിയുടെ ഭാര്യ രേവതി ഇല്ല, അവള് എന്റെ കടയിലോട്ടാണ് ഇറച്ചി വാങ്ങാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അവിടുന്ന് തന്നെ എത്ര എല്ലാവർക്കും ഓർഡർ കൊടുക്കുന്നത്, ഇനിയിപ്പോ ആ സച്ചിയും ഈ പറയുന്ന രേവതിയൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് പറയട്ടെ. അപ്പൊ ഇത് കേൾക്കുന്നവരോട് കൂടി അയ്യോ അവരൊരിക്കലും കാണാൻ പാടില്ല, എന്റെ ചെറിയച്ഛനായി നിങ്ങൾ അഭിനയിച്ചില്ല, അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യുക, ആ കട അവിടെ നിന്ന് പൂട്ടിയിട്ടേക്ക്, എന്നിട്ട് വേറൊരു ഭാഗത്ത് പോയി കടയിട്ടോ. ഞാൻ കൊച്ചി എന്റെ കാല് പിടിച്ചപ്പോ ഞാൻ കൊച്ചിന് വേണ്ടി ഒരു ഉപകാരം ചെയ്തെന്ന് വെച്ചിട്ട് എന്നെ മോള് വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കരുത്. നേരായ മാർഗത്തിൽ മാത്രം നടന്നതാണ്, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരരുതെന്ന് കരുതിയാണ് ഞാൻ എന്റെ ചെറിയച്ഛനായി അഭിനയിച്ചത്. അതുകൊണ്ട് ഞാൻ ഫേമസ് ആയി നിൽക്കുന്ന എന്റെ ഭാഗത്തെ ആ ഒരു ഷോപ്പിൽ നിന്ന് എനിക്ക് വേറെ ഷോപ്പ് മാറ്റാനൊന്നും എനിക്ക് കഴിയില്ല, അതിൻ്റെതായ ചെലവുകൾ നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ, പിന്നെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ വേണ്ട, അതുകൊണ്ട് ഒരു ഉപകാരം ചെയ്തെന്ന് ഉപദ്രവമാക്കരുത്, ഇനി ആ പെൺകുട്ടി അങ്ങോട്ടേക്ക് വരാതിരുന്നാൽ നിനക്ക് കൊള്ളാം, അതല്ല ഇനി ആ ഭാഗത്തോട്ടാ വരുന്നതെങ്കിൽ എല്ലാ സത്യങ്ങളും എനിക്ക് സച്ചിയുടെയും രേവതിയുടെയും മുന്നിൽ തുറന്ന് പറയേണ്ടി വരും എന്ന് പറയണ്ട. അപ്പൊ ശ്രുതി ആകെ പെട്ടുപോവാണ്. പിന്നീട് വീട്ടിൽ വരികയാണ്. ഇങ്ങനെ ബീരാന്റെ കടയിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്, നല്ല ഇറച്ചിയാണ് ഇത്ര, അവിടുന്ന് അത്ര എല്ലാവരും ഇറച്ചി കൊണ്ടുപോകുന്നത്, ബീഫാണെങ്കിലും ആട്ടിറച്ചിയാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നല്ല ഫ്രഷാണ്, കഴിച്ചവർ വീണ്ടും കഴിക്കും, തേടി പിടിച്ച് വരും എന്നൊക്കെ ഇങ്ങനെ രേവതി വാത്തോരാതെ സംസാരിക്കുകയാണ് സച്ചിയോടും വർഷയോടും ശ്രീകാന്തനോട്. അപ്പോൾ ശ്രുതിയും അവിടെ ഇങ്ങനെ തലതാഴ്ത്തി കൊണ്ട് ശ്രുതിയും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതിയുടെ ആദ്യത്തെ ആ മൂടൊക്കെ പോയി. അങ്ങനെ ശ്രുതി ബിരിയാണി ഉണ്ടാക്കാൻ കൂടുന്നില്ല. അപ്പൊ ചന്ദ്രമതിക്കാണെങ്കിൽ സമാധാനമാവാണ്, ശ്രുതി ചെന്നില്ലല്ലോ എന്നുള്ളതിൽ. അപ്പൊ ചന്ദ്രമതി വന്നിട്ട് പറയാൻ, ഞങ്ങൾക്ക് എന്തായാലും വൃതല്ലേ, നീയും അവളുണ്ടാക്കുന്ന ബിരിയാണി കഴിക്കണ്ട, എന്തിനാണ് ആ രേവതിയുടെ ബിരിയാണി കഴിക്കുന്നത്? അയ്യോ എനിക്കത് പറ്റത്തില്ല, ഇവിടെ ഇങ്ങനെ മണം ഇപ്പോൾ തന്നെ ഓരോന്നിന്റെ മണം ഇങ്ങനെ മൂക്കിലോട്ട് വരുന്ന, ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കോഴി പൊരിക്കുന്ന മണക്ക് മൂക്കിലോട്ട് വരുമ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട. അങ്ങനെ പിന്നീട് ബിരിയാണി ദമ്മിടുന്ന ആ ഒരു സീനെത്തി, രേവതി ഉണ്ടാക്കുന്ന ബിരിയാണി, അതുകൊണ്ട് തന്നെ നല്ല മണം പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ദേഷ്യം പിടിക്കാണ്. ചന്ദ്രമതി പറയാണ്, നീ ഒറ്റൊരുത്തം കാരണമാണ് ശ്രുതി എനിക്ക് ആ ബിരിയാണി കഴിക്കാൻ വരുന്നത്, നിന്നെ എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കഴുത്തിന് പിടിക്കാൻ ചന്ദ്രമതി പോകുന്നുണ്ട് കേട്ടോ, ആ ബിരിയാണി കഴിക്കാനുള്ള ആർത്തി കൊണ്ട്. അങ്ങനെ ഇനി ചന്ദ്രമതി ആ ബിരിയാണി കട്ട് കഴിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.